ഇപ്പോൾ രാമനാട്ടുകര നഗരസഭാ കൗൺസിലർ സുധീഷ് കൂടി ചേരുകയാണ്. സുധീഷ്, നിപ്പ ബാധിച്ച പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. എങ്ങനെയാണ് അവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയില്ല. ഇന്നലെ നിപ്പ സ്ഥിരീകരിച്ചു എന്ന കാര്യം പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ ഏകോപനത്തിൽ ഒരു പൂർണ്ണമായ പാളിച്ച കാണാൻ കഴിയുന്നുണ്ടെന്ന വിമർശനം ശക്തമാണല്ലോ സുധീഷ്. ഇവിടെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 5ാം ഡിവിഷനിലാണ് ഈ സംഭവം ഉള്ളത്. ഞാൻ തൊട്ടടുത്ത് 24ാം ഡിവിഷനിലെ കൗൺസിലറാണ്. ഇവിടെ 10ാം തീയതി ഈ വിവരം വന്നു. അടിയന്തരമായിട്ട് ഇവിടെ ഒരു അവൈലബിൾ കമ്മിറ്റി കൂടി മറ്റു കാര്യങ്ങളൊക്കെ നീക്കുമെന്നാണ് മനസ്സിലാക്കിയത്. പിറ്റേ ദിവസം മുതൽ സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആവലും ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സമയം വരെ അങ്ങനെ ഒരു സംവിധാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം മുനിസിപ്പൽ അടിയന്തര യോഗം ചേർന്നു. അതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ആരും ഭയപ്പെടേണ്ടതില്ല, ജാഗ്രത മതി, വേറെ വിഷയങ്ങൾ ഇത് പെട്ടെന്ന് പകരുന്ന അസുഖമല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കണ്ടെയ്ൻമെന്റ് സോണോ കാര്യങ്ങളോ വേണ്ട. ആരോഗ്യ പ്രവർത്തകരൊക്കെ ഫീൽഡിലിറങ്ങി സർവേ നടത്തി കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഡോക്ടർ ഇതിപ്പോൾ അവരിപ്പോൾ ക്വാറന്റൈനിൽ, അവരുടെ വീട്ടിലുള്ള ആളുകൾ ക്വാറന്റൈനിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് മക്കൾ സ്കൂളിൽ പോയിരുന്നു, അവന് 2 ദിവസം ലീവ് കൊടുത്തിട്ടുണ്ട്, തുടർ ലീവോ അതിന്റെ ആവശ്യമില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നിലയിലുള്ള ഒരു നേരത്തെ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടുള്ള LDF ഗവൺമെന്റിന്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായ ജാഗ്രതയും പ്രാദേശികമായ കൂടിയോജിപ്പും അതിന്റെ ഭാഗമായി എല്ലാവരെയും ഒരു അലർട്ടായി ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ പതിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോ ആ പ്രദേശത്തോ അതിനുമായിട്ട് ബന്ധപ്പെട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും ഒരാൾക്കും അറിയാത്ത രൂപത്തിലായിട്ടുള്ള ഒരു സാധാരണ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആരോഗ്യമന്ത്രി അവിടെ മുൻകാലങ്ങളിൽ KK ശൈലജ ടീച്ചറാണെങ്കിലും വീണ ജോർജ് ആണെങ്കിലും ഒക്കെ ഇത്തരമൊരു സന്ദർഭത്തിൽ എത്ര ക്രിയാത്മകമായി അവർ അവിടേക്ക് എത്തുകയും അവിടെ എല്ലാ വിഷയങ്ങളും ഏകോപിപ്പിച്ച് കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ 10 വർഷം കാണാൻ കഴിഞ്ഞിരുന്നു സുധീഷ്. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, 2021 അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പ്രചരിക്കുന്നുണ്ട്. എത്രമാത്രം മോശപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയ ആളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്നുകൂടിയുണ്ട്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു സുധീഷ്? ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെങ്കിൽ ആ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകരായ ആളുകളുടെ യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ സംവിധാനം ഭയപ്പെടണം. ഇതിപ്പോ അവിടെ ഒരു സ്പെഷ്യൽ RRT ആ വാർഡിൽ വിളിച്ചു ചേർത്ത് അവിടുത്തെ ആ പ്രവർത്തനം മാത്രം ഏകോപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 32 ഡിവിഷൻ ഉണ്ട്. ഇതിൽ 5ാം ഡിവിഷനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഉള്ള മറ്റ് അയൽ വാർഡുകളിൽ കൂടെ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പ്രദേശത്തുള്ള ആളുകളെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത്, ജനപ്രതിനിധികളെല്ലാം കൂട്ടിച്ചേർത്ത് ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പോലുള്ള അത്തരം ഒരു നീക്കുപോക്കുകളൊന്നും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം നമ്പറുകളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ കോണ്ടാക്റ്റുകളൊക്കെ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്ര ആളുകൾ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദി സുധീഷ്.